നല്ല ചിന്തകളിലൂടെയാണ് നല്ല ലോകം പിറവിയെടുക്കുക. വികല ചിന്തകളിലേക്ക് പോകാതെ മനസ്സിനെ നല്ല ചിന്തകളിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം തന്നെ വളരെ സ്നേഹത്തോടെ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് സാധാരണ ആളുകൾക്ക്, അതായത് പാട്ട് പഠിക്കാത്ത ഒരുപാട് പേര് നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട്. അവർക്ക് കുറച്ച് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് ഈ ഗാനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും പാട്ട് പഠിച്ച ആളുകളാവണമെന്നില്ലല്ലോ, പാട്ട് പഠിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഇതിലുള്ള സ്വരസ്ഥാനങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാത്തത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ പാടി പഠിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ അത് പാടി തന്നെ കേൾപ്പിച്ച് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അത് കേട്ട് മനസ്സിലാക്കി നന്നായി പഠിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. സസ്നേഹം എന്ന മൂവിയിലുള്ള ഒരു പാട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പാട്ടായിരിക്കും. താനേ പൂവിട്ട മോഹം എന്ന വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. അപ്പോൾ നമുക്ക് അത് പയ്യെ ഓരോ പാരഗ്രാഫായിട്ട് നമ്മൾ പഠിച്ചെടുക്കാം. നിങ്ങൾ ഒട്ടും പേടിക്കണ്ട, നിങ്ങൾ സാവധാനം പഠിച്ചെടുത്താൽ മതി. ആരും തിരക്ക് കൂട്ടൊന്നും വേണ്ട. പതുക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ എല്ലാവരും. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെപ്പോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഇഷ്ടം ഉണ്ടാവില്ലേ, ഇതേപോലെ പാട്ട് പഠിക്കാനൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് പാരഗ്രാഫ്. താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം, താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം, പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം, ശാന്തംബരമായി. താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം, കിനാവുകളെല്ലാം കാലം നുള്ളിയെറിഞ്ഞപ്പോൾ ദൂരെ നിന്നു തെന്നൽ ഒരു ശോകനിശ്വാസമായി. ഓമൽ കിനാവുകളെല്ലാം കാലം ശോകനിശ്വാസമായി. തളിർ ചൂടുന്ന ജീവന്റെ ചില്ലയിലെ രാക്കിളി പാടാത്ത യാമങ്ങളിൽ ആരോ വന്നിൻ കാതിൽ ചൊല്ലി തേങ്ങും നിന്റെ മൊഴി. താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം, ഓർമ്മ ചിരാതുകളെല്ലാം ദീപം മങ്ങിയെരിഞ്ഞപ്പോൾ ചാരേ നിന്നു നോക്കും മിഴിക്കോണിലൊരശ്രുബിന്ദു. ഓർമ്മ ചിരാതുകളെല്ലാം ദീപം മങ്ങിയെരിഞ്ഞപ്പോൾ ചാരേ നിന്നു നോക്കും മിഴിക്കോണിലൊരശ്രുബിന്ദു. തളിർ
ചൂടാത്ത പൂവന സീമകളിൽ പൂമഴ പെയ്യാത്ത തീരങ്ങളിൽ പോകുമ്പോഴൻ കാതിൽ വീണു തേങ്ങും നിന്റെ മൊഴി താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവേളയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്തമുംബരമായി. ഈ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖമുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ പാരഗ്രാഫായിട്ട് വെച്ച് പഠിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒരു പേപ്പർ എടുക്കുക, അതിനകത്ത് ഇതിൻ്റെ ലിറിക്സ് മൊത്തമായിട്ട് എഴുതി വയ്ക്കുക. അതിനകത്ത് ഞാൻ ഇങ്ങനെ നീട്ടി പാടണം, അവിടെ ഇങ്ങനെ ഒരു ഹമ്പുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കണം. അത് അപ്പോഴാണ് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആവുക. ഞാൻ വളരെ സാവധാനമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അപ്പം നിങ്ങൾ അതേപോലെ ശ്രദ്ധിച്ച് പഠിക്കുകയും വേണം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. താനേ പൂവിട്ട താനേ മുകളിലേക്ക് പതുക്കെ അങ്ങോട്ട് കയറുകയാണ്. താനേ കണ്ടോ, ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പോൾ താനേ പൂവിട്ട കയറിപ്പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ പിന്നെ പൂവിട്ട പാടുന്നത്. ഓക്കെ, താനേ പൂവിട്ട. ഓക്കെ, മോഹം ആ എന്നാണ് ആ മോഹം ഹം. അവിടെ ഹം ഇങ്ങനെ പാടരുത്, ഹം കണ്ടോ, ഹം പെട്ടെന്ന് നമ്മളത് എടുക്കുന്നുണ്ട്. അപ്പോൾ താനേ പൂവിട്ട മോഹം ഹം. മനസ്സിലായല്ലോ? അടുത്ത വരി മൂകം അതാണ് മൂകം കം മൂകം വിതുമ്പും വിതും തും എന്നെടുക്കുന്നുണ്ട്. വിതുമ്പും ബും. ഓക്കെ, വിതുമ്പും നേരം അങ്ങനെ പോകുന്നുണ്ട്. അവിടെ നേരം താഴേക്ക് വന്നു. നേരം. ഓക്കെ, ക്ലിയർ? പാടുന്നു പാടുന്നു പാടുന്നു. മനസ്സിലായോ? പാടുന്നു ഡുന്നു. മനസ്സിലായോ? ഡും ഡും ഡുന്നു. ഇങ്ങനെയാണ് പാടുന്നു. അവിടെ ഓരോ സ്റ്റാൻസും നിർത്തി നിർത്തി ഒരു സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന ഒരു ഫീല് കിട്ടും അവിടെ. പാടുന്നു, ചെറിയ ചെറിയ ചാട്ടം. പാടുന്നു, ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിക്കോട്ടെ. അത് വലിയൊരു ചാട്ടം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല അവിടെ, ചെറിയ ചെറിയൊരു ഇതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവാം. പാടുന്നു സ്നേഹ സ്നേഹ വീണയിൽ വീണയിൽ ഒരു എന്നെടുക്കണേ. ഒരു സാന്ദ്ര, അവിടെ പ്ലെയിനാണ്. സാന്ദ്ര സംഗമ എന്നിട്ട് ഗമ എന്നെടുക്കണം. സംഗമ ഗാനം. ആ ശ്രുതിയിൽ ചേർന്നങ്ങ് പോകണം.
ഗാനം എന്ന് കൊണ്ടുവരണം. ഒരു സാന്ദ്ര സംഗമഗാനം. ഓക്കെ. ശാന്ത ശാന്ത. ആ ശാന്തത നമ്മളെ ആ ഒരു പാട്ടിനകത്ത് ഉണ്ടായിരിക്കണം. ശാന്ത അങ്ങനെ എടുത്തു കൊണ്ടുവരണം, ഉള്ളിന്ന് കൊണ്ടുവരണത്. ശാന്ത ആ ഇങ്ങനെ കൊണ്ടുവരണം. ശാന്ത നൊമ്പര ചെറിയൊരു സംഗതി അവിടെ ഉണ്ട്, ശ്രദ്ധിച്ച് പാടണം. നൊമ്പര ബര നൊമ്പര മായി ആഹാ എന്നാണ്. ഇതാണ് നമ്മളെ ഫസ്റ്റ് പാരഗ്രാഫ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനി നമുക്ക് അനുപല്ലവിയിലേക്ക് കയറാം. എന്നാണ്. എന്നാണ്. അടുത്ത വരി. കാലം ചെറിയൊരു സംഗതി അവിടെ. കാലം കാലം നുള്ളിയെറിഞ്ഞപ്പോൾ, അതായത് നുള്ളിയെ അതാണ് അവിടെ. ദൂരെ എന്താണ്? നിന്നു തെന്നൽ എന്നാണ്. ഒരു ശോക എന്നാണ്. ഒരു ശോക നിശ്വാസ എന്നാണ്. തളിർ ചൂടുന്ന എന്ന് കൊണ്ടുവരണം. ജീവന്റെ ചില്ല എന്ന് കൊണ്ടുവരണം. അവിടെ ചെറിയൊരു സംഗതി ഉണ്ട്. താഴേക്ക് നമ്മൾ വരികയാണ്. രാക്കിളി പാടാത്ത മുകളിലേക്കാണ് പോകുന്നത്. അവിടെയും ചെറിയൊരു സംഗതി കൊടുക്കുന്നുണ്ട്. അവിടെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് അടുത്ത വരിയിലേക്ക് പോവാം. എന്നാണ്. ഓക്കെ, ഓരോ നോട്ടും ക്ലിയർ ആയിട്ട് പഠിച്ചു പോകണം കേട്ടോ. തേങ്ങും എന്നാണ്. തേങ്ങും നിന്റെ മൊഴി
എന്നിട്ട് വീണ്ടും നമ്മൾ പല്ലവിയിലേക്ക് കയറുന്നു. വീണ്ടും നമ്മൾ പല്ലവി പാടുകയാണ്. അവിടെ കറക്റ്റായിട്ട് പാടിപ്പോയിക്കോളാം. ഓക്കെ, പല്ലവി ഓൾറെഡി നമ്മൾ പഠിച്ചതാണല്ലോ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ചരണത്തിലേക്ക് നോക്കാം. അവസാന ഭാഗം ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ അനുപല്ലവി സെയിം അതേ നോട്ട് തന്നെയാണ് താഴെ ചരണത്തിലും അധിക പാട്ടുകളിലും ഉണ്ടായിരിക്കുക. ഇതും അതുപോലെ തന്നെയാണ്. എന്നാലും ഞാൻ സ്പീഡിലൊന്ന് അത് പറഞ്ഞുതരാം നിങ്ങൾക്ക്. എന്നാണ്. എന്നാണ്. ദീപം ദീപം ആഹാ, അങ്ങനെയാണ്. എന്നാണ്. മുകളിൽ നമ്മൾ പറഞ്ഞ അതേ നോട്ട് തന്നെയാണ് താഴെ വരുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് പാടിയാൽ മതി കേട്ടോ. ചാരേ നിന്നു ചാരേ നിന്നു നോക്കും മിഴി മിഴിക്കോണിലോ എന്നാണ്. കോണിലോ രശ്രുബിന്ദു കുളിർ ചൂടാത്ത കുളിർ ചൂടാത്ത പൂവന പൂവന സീമകളിൽ. അടുത്ത വരി. പൂമഴ പെയ്യാത്ത പൂമഴ എന്നെടുക്കണം. പൂമഴ പെയ്യാത്ത തീരങ്ങ എന്നാണ്. തീരങ്ങളിൽ. അതും അവിടെ മുകളിൽ തന്നെ അവിടെ നിൽക്കണം. എന്നിട്ടാണ് അടുത്ത വരിയിലേക്ക് പോകുന്നത്. പോകും എന്നാണ്. പോകും എന്നാണ്. കാതിൽ വീണു കാതിൽ കാതിൽ എന്നാണ്. കാതിൽ വീണു ആ വീണു എന്നെടുക്കുന്നതും ആ ഒരു ഒഴുക്കിലിങ്ങനെ കൊണ്ടുവരണം അവിടെ. പോകുമ്പോഴൻ കാതിൽ വീണു. കണ്ടോ? തേങ്ങും തേങ്ങും നിന്റെ മൊഴി. മനസ്സിലായി കാണും അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പാട്ട്. പിന്നെ വീണ്ടും നമ്മൾ പല്ലവി പാടുന്നു. ഇപ്പം നമ്മൾ പല്ലവി, അനുപല്ലവി, ചരണം എല്ലാം തന്നെ പാടിക്കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്താണ് സംശയം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരുപാട് ആളുകൾ നമ്മളെ അടുത്ത് കോൺടാക്റ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നമ്പർ തരും, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. പക്ഷെ കുറച്ച് സമയമെടുക്കും, അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. പിന്നെ ഒരുപാട് സന്തോഷം, നിങ്ങളെ കമൻസൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.